ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 2-ാം വാരം തിങ്കൾ. ഇന്ന് നാം ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ആ നിമിഷം ക്രിസ്തു പറയുന്ന ഉത്തരം ഇതാണ്: മണവാളൻ കൂടെയുള്ളപ്പോൾ അവർ ഉപവസിക്കേണ്ട കാര്യമില്ല. പക്ഷേ മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസം വരും, അന്ന് അവർ ഉപവസിക്കുമെന്ന്. ഈ ഒരു ഭാഗം വചനഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗവുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടം വേണമെന്ന്. അതെ, ക്രിസ്തു പുതിയ വീഞ്ഞിൻ്റെയും പുതിയ തോൽക്കുടത്തിൻ്റെയും ഉപവാസത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് നിന്നും എടുക്കപ്പെടുന്ന ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു കർത്താവ് അവരെ ആ ഒരു ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. അന്ത്യത്താഴവേളയിൽ ആ തീന്മേശയിലിരുന്ന് തൻ്റെ സഹോദരങ്ങളുമായിട്ട് ആ പാനപാത്രം പങ്കുവയ്ക്കുന്നതിലൂടെ അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് സഹോദരനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ഉപവാസമെന്നും, ഗെത്സമനിൽ അന്ന് ദൈവത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തു. അതെ, സഹോദരനോടും ദൈവത്തിനോടും ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ഉപവാസം. കൂടെ ആയിരിക്കുക എന്നാണല്ലോ ഉപവാസത്തിൻ്റെ മറ്റൊരർത്ഥം. ആ ഒരു അർത്ഥത്തിന് പൂർണ്ണത കൈവരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ. ഒരു പുതിയ ആത്മീയത, പുതിയ വീഞ്ഞിൻ്റെയും പുതിയ തോൽക്കുടത്തിൻ്റെയും ഒരു പുതിയ ആത്മീയത, പുതിയ ഉപവാസം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരികയാണിവിടെ. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരനോടും ദൈവത്തോടും ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഉപവാസമെങ്കിൽ ആ ആത്മീയതയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുവാനായിട്ട് സഹായിക്കുന്ന ചില ഘടകങ്ങൾ മാത്രമാണ് നോമ്പ് സമയത്ത് നാം എടുക്കുന്ന ചില ഭൗതിക വസ്തുക്കളുടെ വർജനങ്ങൾ. ഈ ഭൗതിക വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതിനോടൊപ്പം ദൈവത്തെയും മനുഷ്യനെയും നമുക്ക് അടുത്തിരുത്താനും സാധിക്കണം. അവരോട് കൂടെയായിരിക്കാനും നമുക്ക് സാധിക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ ഒരു ധനികനായ യുവാവ് യേശുക്രിസ്തുവിനോട് വന്ന് പറയുന്നുണ്ട്: കർത്താവേ, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ക്രിസ്തു അവനോട് ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: നിനക്ക് ഒരു കുറവുണ്ടെന്ന്. ആ ഒരു കുറവ് ക്രിസ്തു ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ദൈവം, അതിനോടൊപ്പം മനുഷ്യൻ. ദൈവത്തെയും മനുഷ്യനെയും അവന് കുറവുണ്ടായിരുന്നു. ഞാൻ എല്ലാ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് സ്വയം പുകഴ്ത്തി പറഞ്ഞപ്പോൾ, ഞാനെന്ന അവസ്ഥയെ അവൻ പുകഴ്ത്തിയപ്പോൾ അവിടെ അവൻ ദൈവത്തെ മറന്നുപോയി. തൻ്റെ സഹോദരങ്ങളുമായിട്ട് തൻ്റെ സ്വത്ത് പങ്കുവയ്ക്കുവാനായിട്ട് അവൻ മടി കാണിക്കുമ്പോൾ അവൻ മനുഷ്യനെ സ്നേഹിക്കുവാനും മറന്നുപോയി. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് അവനൊരു കുറവുണ്ട്. അത് ദൈവം, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അതെ, ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ഉപവാസം എന്നാൽ ദൈവത്തോടും മനുഷ്യനോടും കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തെയും മനുഷ്യനെയും മറന്നുകൊണ്ടുള്ള ഒന്നും യഥാർത്ഥ ഉപവാസം അല്ല എന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ മനുഷ്യനെ പ്രതി ദൈവത്തെ മറക്കാനോ ദൈവത്തെ പ്രതി മനുഷ്യനെ മറക്കാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്: ദൈവത്തെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന്. ആയതിനാൽ ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ ചേർന്നിരിക്കുന്ന ഒരാത്മീയത നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.